ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്, അതുപോലെ തന്നെ ഇന്ന് ഏകാദശിയും കൂടെ ആണല്ലോ. അതുകൊണ്ട് വീട്ടിലൊരു ഭാഗവത പാരായണം നടത്താമെന്ന് വിചാരിച്ച്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാനങ്ങ് ഇഡ്ഡലിയും സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അങ്ങനെ കഷ്ണങ്ങളും അതുപോലെ സാമ്പാർ പരിപ്പും എല്ലാം കൂടെ കുക്കറിൽ ഇട്ടങ്ങ് അടിച്ചു കേട്ടോ. എന്നിട്ട് ചീനച്ചട്ടിയിലേക്ക് ഉള്ളിയും വെണ്ടയ്ക്ക എല്ലാം ഇട്ടൊന്ന് വഴട്ടി. എന്നിട്ട് ഈ വഴട്ടി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ വെന്ത കഷ്ണങ്ങളുണ്ടല്ലോ, കുക്കറിലുള്ള കഷ്ണങ്ങൾ, അതിലേക്ക് വെണ്ടയ്ക്കായും ഉള്ളിയെല്ലാം ഇട്ടു. പിന്നെ സാമ്പാർ വെക്കുമ്പോൾ നമ്മുടെ മല്ലിയില ഇല്ലാതെ എന്ത് സാമ്പാറല്ലേ. എന്താ മണം മല്ലിയിലേക്ക് അങ്ങോട്ട് എടുത്തപ്പോഴത്തേന്. പിന്നെ മല്ലിയിലയെല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞ് സാമ്പാറിനകത്തേക്ക് ഇട്ട് കേട്ടോ. സാമ്പാർ റെഡിയാവുന്നതിനോടൊപ്പം തന്നെ ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സാമ്പാറും അതുപോലെ തന്നെ ഇഡ്ഡലിയും എല്ലാം റെഡിയായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വായന കേൾക്കാനും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വായനയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമല്ലേ. എന്താ പറയുന്നത്, എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണെന്നുള്ളതാണ്. പരിപ്പും പപ്പടവും വെക്കാതെ എന്ത് സദ്യയല്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പരിപ്പങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പയറൊക്കെ വറുത്ത് പിടിച്ചാണ് ഇത്തവണ ഞാൻ പരിപ്പ് വെച്ചത്. വേറൊരു അടുപ്പിൽ ഇങ്ങനെ അരി വേവിക്കാനും ഇട്ടിട്ടുണ്ടേ. അച്ചാർ വേണമല്ലോ സദ്യയോടൊപ്പം അല്ലേ. അതുകൊണ്ട് ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചു. മാങ്ങ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. പ്രശംസിച്ചു നന്നിത് ഭവാനെന്നല്ല. ഇനിയും തോരനും ഉണ്ടാക്കണ്ടേ. അങ്ങനെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. സവാള അരിഞ്ഞതും ബീട്രൂട്ട് അരിഞ്ഞതും തേങ്ങായും ജീരകവും എല്ലാം നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി ചേർത്ത്, അതിനോടൊപ്പം മുളക് പൊടി ഇട്ടേ, മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മിയിട്ട് അങ്ങ് അടുപ്പിലേക്ക് വെച്ചു. രാവിലത്തെ സാമ്പാർ ഒഴിക്കാനുണ്ടെങ്കിലും പുളിശ്ശേരിയും കൂടെ വെക്കണമല്ലോ. അങ്ങനെ പുളിശ്ശേരിയും വെച്ചു. സദ്യക്ക് അവിയലില്ലാതെ നമുക്ക് പറ്റുമോ? പിന്നെ ഞാൻ അവിയലും വെച്ചു. ലാസ്റ്റിൽ അങ്ങനെ പപ്പടം കാച്ചി. പപ്പടം ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ പപ്പടം എല്ലാം കാച്ചി വെച്ചു. അങ്ങനെ കറികളെല്ലാം റെഡിയായി. എല്ലാം ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പം നമുക്ക് വിളമ്പാൻ എളുപ്പമായിരിക്കുമല്ലോ. കറികളെല്ലാം റെഡിയായ സ്ഥിതിക്ക് ഇനി ഞാൻ വിളമ്പാൻ പോവാണേ. അങ്ങനെ ഇലയൊക്കെ ഇട്ടു. ആദ്യം തന്നെ മാങ്ങ അച്ചാറിട്ടു, പിന്നെ നാരങ്ങ വെച്ചു, അതിനുശേഷം അവിയൽ വിളമ്പി, ബീട്രൂട്ട് തോരൻ വിളമ്പി, പിന്നെ ചോറ് വിട്ടു. ചോറ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപ്പൊഴിക്കുകയാണല്ലോ, അത് ചെയ്തു. അത് കഴിഞ്ഞ് പപ്പടം വെച്ചു, സാമ്പാർ ഒഴിച്ചു, പുളിശ്ശേരി ഒഴിച്ചു. ഗോപുരം തത്ര പിരിയാതെ നിൽക്കുന്ന രക്ഷികൾ എത്രയും മോഹനരൂപിണിയാം അവൾ തൽക്ഷണം വന്നതു കണ്ട് പരിഭ്രമിച്ചൊക്കെയെല്ലാരും ഇവൾ കുറ്റമൊഴിഞ്ഞവളെന്ന് തോന്നും വണ്ണ മറ്റൊരു ചിന്തയും ഇല്ലവൾ തന്നുയരറ്റു മുകുന്ദ സായുജ്യമടുക്കയാൽ പറ്റി മുഴുത്തൊരു വാസനയാതു. അങ്ങനെ വളരെ സന്തോഷകരമായൊരു ദിവസം കടന്നുപോയി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.